ഇടശ്ശേരിയുടെ ഓർമ്മകളും സാഹിത്യ സംഭാവനകളും അടങ്ങിയ ഇടശ്ശേരി സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ സജ്ജമാക്കിയ സ്മൃതിശേഖരം എഴുത്തുകാരി ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇടശ്ശേരി സ്മാരക സമിതി പ്രസിഡന്റ് പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി. ഡോക്ടർ കെ പി മോഹനൻ ആമുഖ പ്രഭാഷണം നടത്തി. കോട്ടക്കൽ ആര്യവൈദ്യശാല അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ മുരളീധരൻ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? അപ്പോ ഇതെല്ലാവരും ചോദിച്ചു പോകും. പക്ഷെ പൂച്ചയുടെ മറുപടി ആരും കേൾക്കാറില്ല. പൂച്ച ഒരിക്കൽ മറുപടി പറഞ്ഞത്രേ, ഈ പൊന്നൊരുക്കുമ്പോഴുണ്ടാകുന്ന അതിമനോഹരമായ കാഴ്ച കാണാൻ നിശബ്ദനായി ഞാനും ഇവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് എന്ത് നഷ്ടം? അതെയാണ് എനിക്കിപ്പോ ചോദിക്കാൻ തോന്നുന്നത്. ഞാനിവിടെ നിന്നോട്ടെ എന്ന് മാത്രം. ദീർഘമായി സംസാരിക്കാൻ എനിക്കറിയില്ല, ഉദ്ദേശവുമില്ല, സമയവുമില്ല. ഞാൻ ഇടശ്ശേരിയുടെ കവിത പഠിച്ചത് UP സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അങ്ങേ വീട്ടിലേക്ക് എന്ന കവിത എന്നെ പഠിപ്പിച്ച അധ്യാപകൻ ഒരു നല്ല നടൻ കൂടിയാകുന്നു ക്ലാസ് എടുക്കുമ്പോൾ. ആ വരികൾ ഇപ്പോഴും എനിക്ക് ആരും പറയാതെ തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. പൂഹം വിദ്യുത് ദീപ ശോഭയാൽ ഓളം വിട്ടും ആ മണി ഹർമ്മ്യത്തിന്റെ മുറ്റത്ത് നിന്നു വൃദ്ധൻ. ആറാം ക്ലാസ്സിൽ പഠിച്ച ആ വരി എപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കവിതയുടെ ഗുണവും പഠിപ്പിച്ച ആളുടെ ഗുണവും ആ ഒരു രംഗാവിഷ്കാരവും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചിത്രകലാ നിരൂപകൻ കെ മാരാർ മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ഓൺലൈനായി പങ്കെടുത്തു. KP നൌഷാദ് അലി MLA, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, വാർഡ് കൗൺസിലർ TK അഷ്റഫ്, C ഹരിദാസ്, ഇടശ്ശേരിയുടെ മകൻ ഡോക്ടർ E ദിവാകരൻ, KU കൃഷ്ണകുമാർ, ഭാസ്കർ ദാസ് എന്നിവർ സംസാരിച്ചു. E ജയകൃഷ്ണൻ, P ബിന്ദു, അരുണിമ എന്നിവർ ഇടശ്ശേരിയുടെ കവിതകൾ ആലപിച്ചു. അഡ്വക്കേറ്റ് ജിസൻ P ജോസ് സ്വാഗതവും TV ശൂലപാണി നന്ദിയും പറഞ്ഞു.